ഏറ്റവും കൂടുതൽ പുരോഗമനവാദം പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. നമ്മളിപ്പോൾ പലരുടെ നേതാക്കളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് അടിയിൽ പോലും ഇടതുപക്ഷത്തുള്ളവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം അത് പഠിപ്പിക്കേണ്ടത് അവരുടെ പാർട്ടിക്ക് അകത്തുള്ള MLA-മാരെയും മന്ത്രിമാരെയും തന്നെയാണെന്ന് ഇപ്പൊ വ്യക്തമായിട്ടുണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷത്തെ ഒരു MLA-ക്ക്, ആ MLA-യുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഒരു ബോഡി ഷെയ്മിങ് നടത്തി. അതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ VD സതീശന് ആണത്വമുണ്ടെങ്കിൽ എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തി. അത് പക്ഷേ തിരുത്തുകയുണ്ടായി, അല്ലെ പിൻവലിക്കുകയുണ്ടായി. ഇന്നിപ്പോ ചിത്തരഞ്ജൻ മറ്റൊരു പ്രസ്താവന, ഭിന്നശേഷിക്കാരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലൊരു പ്രസ്താവന നടത്തി. അപ്പോൾ എല്ലാ കാര്യത്തിനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിരുന്ന പാർട്ടി അല്ലെങ്കിൽ വ്യക്തികൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ഈ അയ്യപ്പന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തെറ്റിക്കുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുകയൊക്കെ ചെയ്യുന്നത്? അല്ല, ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയുമെങ്കിലും അത് മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ബാധകമാക്കുക. എതിരാളികൾ ഓരോ വാക്കുകളും പ്രയോഗിക്കുന്ന ഓരോ വാക്കുകളിലും അവരുടെ ഓരോ പ്രസ്താവനകളിലും ഓരോ ചെയ്തികളിലും ഒക്കെ തന്നെ ഇവര് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെ അളന്ന് മുറിച്ച് നോക്കും. അതിങ്ങനായിട്ട് അവർ പ്രത്യേകമായിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ അവർക്ക് ഇതൊന്നും തന്നെ ബാധകമായിരിക്കത്തില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ എന്തെങ്കിലും ഒക്കെ തന്നെ മറ്റു കാര്യങ്ങളോ സാമാന്യ മര്യാദ പോലുമോ അവർക്ക് ബാധകമല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുക. നമുക്കറിയാം, നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് നിയമസഭകൾ, ഓരോ നിയമനിർമ്മാണ സഭകളും, അത് പാർലമെന്റ് ആണെങ്കിലും എല്ലാം അത് തന്നെ എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട്, സാങ്ക്ടിറ്റി ഉണ്ട് എല്ലാ സഭകൾക്കും. നമ്മുടെ കേരള നിയമസഭ എന്ന് പറഞ്ഞാൽ അതിൽ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. അത് ആദ്യകാലം മുതലുള്ള നേതാക്കന്മാരും സാമാജികരും എല്ലാം തന്നെ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ ഈ നിയമസഭയുടെ കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു സംഭവം പരിശോധിക്കുമ്പോൾ അതിൻ്റെ നിയമസഭയുടെ ഈ പറയുന്ന ഭരണത്തലവനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് നടത്തുന്ന ചില പ്രയോഗങ്ങള് അങ്ങേയറ്റം മോശകരമായിട്ടുള്ള, എന്താ പറയുക, സഭയ്ക്കകത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആണ് ഇതിന്റെ സഭയുടെ നാഥനായിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്താ പറയുക, ഒരു പ്രതിപക്ഷ MLA-യെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ ചില കുറവുകൾ, പോരായ്മകളെ ഒക്കെ തന്നെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ സഭയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം പറയുകയാണ്. ഒരു വ്യക്തിക്ക് ഒരു എന്താ പറയുക ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഡിസബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ നീളക്കുറവോ അല്ലെങ്കിൽ വണ്ണക്കൂടുതലോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അല്ലെ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. അത് ഒരുപക്ഷെ അത് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ മൂലം എന്തെങ്കിലുമൊക്കെ തന്നെ ചിലർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം. അതിനൊന്നും മറ്റൊരാളെ ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ശാരീരികമായിട്ടുള്ള ഘടന വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കുറവ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അയാളെ വിമർശിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമില്ലായ്മയുടെ അങ്ങേയറ്റത്തെ ഒരു കാര്യമാണത്. രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ട വിഷയങ്ങളിൽ ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുന്നത് ശരിയല്ലല്ലോ. അതാണ് വിഷയം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. അത് അദ്ദേഹം ഈ എന്താ പറയുക മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത്, വാക്കുകൊണ്ട് അധിക്ഷേപിക്കുന്ന അതൊക്കെ വാക്കുകൾ കൊണ്ടുള്ളതാണ്. അദ്ദേഹം പറയാൻ വന്നതാണ്. അതിലുപരിയായിട്ട് ഈ ശാരീരികമായിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു നമ്പർ 1 ഒരു ഐറ്റമാണ്. നേരത്തെ നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ BJP-യുടെ നേതാവുമായ അമിത്ഷാ അദ്ദേഹത്തിനെതിരെ ഇതേ സമാനമായ രീതിയിൽ 2018 7 വർഷം മുമ്പ് 2018 അദ്ദേഹം ഒരു പ്രയോഗം നടത്തിയത്. അന്ന് അമിത്ഷാ ഈ എന്താ പറയുക ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയമൊക്കെ കത്തിയുന്ന സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ സർക്കാരിനെ മറിച്ചിടുമെന്നൊരു പ്രയോഗം നടത്തി. അതിന് മറുപടി കൊടുത്താണ് അദ്ദേഹം. ആ തടിയൊന്നും പോരാ, അതിന് സർക്കാരിനെ മറിച്ചിടാൻ, സംസ്ഥാന സർക്കാരിനെ മറിച്ചിടാൻ ആ തടിയൊന്നും പോരാ, ആ തടി കണ്ടിട്ടതിന് എന്താണ് അതിൽ വെള്ളം കൂടുതലാണ് എന്നുള്ളൊരു തോന്നലാണെന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വണ്ണത്തെ വലിയ രീതിയിൽ അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ബോഡി ഷേമിംഗ് നടത്തി ആ വിമർശനത്തെ നേരിടുന്ന രീതി. അതായത് അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊരു വിഷയം പറഞ്ഞപ്പോൾ ഈ പറയുന്ന അമിത്ഷായെ വിമർശിക്കാം, അദ്ദേഹത്തോട് നമുക്ക് എല്ലാ കാര്യത്തിലും വിയോജിപ്പാണ്, രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് തന്നെ വിമർശിക്കണം, അല്ലാതെ അദ്ദേഹത്തിന് പണം ഉണ്ടായിപ്പോയത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, എന്തെങ്കിലുമൊക്കെ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ആകാം. അതെടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ തടിയൊന്നും പോരാ, തടി കാണുമ്പോൾ വെള്ളം കൂടുതലായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ എതിരാളികളെ ഈ പറയുന്ന പരനാരി എന്നുള്ള പ്രയോഗം, ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ കടക്ക് പുറത്തുനിന്നുള്ള പ്രയോഗം,
നികൃഷ്ട ജീവി എന്നുള്ള പ്രയോഗം, കുലംകുത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ സഹപ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി 52 വെട്ടേറ്റ് മരിച്ച് ജീവച്ഛവമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും കുലംകുത്തി തന്നെയാണ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് പിണറായി വിജയന് മാത്രം കൈമുതലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരു മാറ്റം ഇന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം പ്രതിപക്ഷത്തെ ഒരു യുവ MLA-ക്കെതിരെയാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു ശാരീരികമായിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് അധിക്ഷേപം നടത്തിയത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം അതിനകത്ത് മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് സഭയിലെത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരെങ്കിലും വഴി എന്തെങ്കിലും അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ നടത്തും, അല്ലെങ്കിൽ അതൊരു മാപ്പ് പറയും, അത് തിരുത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അത് ഉണ്ടായില്ല. ഇന്ന് അദ്ദേഹം സഭയിൽ വന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ സന്ദർശനത്തിനായിട്ട് പോയിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമതലയിൽ മറ്റു മന്ത്രിമാരെ ആരെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു അത്തരം ആ ഒരു കാര്യത്തിൽ വിശദീകരണം കൊടുക്കാൻ. എന്നാൽ ഇന്ന് അതിന് വിശദീകരണം പറഞ്ഞ പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ MP രാജേഷ് അതിനെ അങ്ങേയറ്റത്തെ രീതിയിൽ ന്യായീകരിക്കുന്ന ഒരു മ്ലേച്ഛകരമായ ഒരു സമീപനമാണ് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ന്യായീകരണം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി അങ്ങനെ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വാദം അത് അടിസ്ഥാനരഹിതമാണ്. അതെങ്ങനെയാണ് അടിസ്ഥാനരഹിതമാവുക? ഒരാളെ പേരെടുത്ത് പരാമർശിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അധിക്ഷേപമാവുകയുള്ളൂ. അവിടെ ഒരു പ്രതിപക്ഷ അംഗമെന്ന് ഇയാൾ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് മാത്രമല്ല പറയുന്നത്, 8 അട്ടി അടുക്കി വെച്ചേക്കുന്നത് പോലെ എന്ന് മാത്രമല്ല പറയുന്നത്, അതിനുശേഷം പറയുന്നുണ്ട് ആ ശാരീരിക സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും അതിന് പറ്റത്തില്ല എന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ടെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ശാരീരിക സ്ഥിതി എന്ന് പറയുന്നത്? ഇപ്പോൾ സൽമാൻ ഖാനെ പോലെ, ഹൃതിക് റോഷനെ പോലെ, അല്ലെങ്കിൽ അർണോൾഡ് ഷ്വാസ്നഗറിനെ പോലെയുള്ളവരൊക്കെ നിയമസഭയ്ക്കകത്ത് വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ലല്ലോ. നിയമസഭയ്ക്കകത്ത് വരുന്നതിനകത്ത് ശാരീരികമായിട്ടുള്ള കുറവുകളുള്ള കുറ്റങ്ങളുള്ള ആൾക്കാരൊക്കെ തന്നെ കാണും. ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണല്ലോ അവർ MLA എത്തിയത്. അതെ, ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് MLA-മാരായിട്ട് എത്തുന്നത്. അതിന് മറ്റു കാര്യങ്ങളല്ല, അവരുടെ കഴിവാണ് ഇവിടെ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. പറയുന്ന ഈ വിഷയം എന്ന് പറയുന്നത് നജീബ് കാന്തപുരം MLA-ക്കെതിരെയാണ് അവർ പരാമർശം നടത്തിയത്. അദ്ദേഹത്തെ കുറിച്ചാണ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ 140 നിയമസഭാ സാമാജികരിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവ MLA ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ്, ആ ഒരു ഔന്നത്യം കാണാതെ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള കുറവ് കണ്ട മുഖ്യമന്ത്രി അങ്ങേയറ്റം ചെറുതായി പോയിരിക്കുകയാണ്. അദ്ദേഹം പ്രവൃത്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സുകൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം ചെറുതായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഒരു മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നത്, പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്ന സംഭവമല്ല. അതിനെതിരെ ആർക്കും ഒരു പ്രതിഷേധമില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ ഈ പുരോഗമനക്കാർക്കും പുരോഗമന കലാസാഹിത്യം പോലുള്ള സംഘടനകളൊക്കെ ഉണ്ട്. ഡെസ്കിലടിച്ച് സപ്പോർട്ട് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് PP ചിത്രരഞ്ജൻ എന്ന് പറയുന്ന മറ്റൊരു മുതിർന്ന നേതാവ്, അദ്ദേഹം ഇന്ന് ഇതേ പോലെ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഈ ഉപമകളൊക്കെ കൊണ്ടുവരുന്നത്. 2 കൈയും ഇല്ലാത്ത ഒരാള് ചന്തിക്ക് ഉറുമ്പ് കയറിയാൽ കാണുന്ന ഒരു ഗതികേടിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ, നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇങ്ങനെയുള്ള 2 കൈയും ഇല്ലാത്തവരുണ്ട്, 2 കാലും ഇല്ലാത്തവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്, സംസാരിക്കാൻ ശേഷിയില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ആ ഒരു അവസ്ഥയെ അദ്ദേഹം കണ്ടുകൊണ്ട് അതിനെ ആനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത, സഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത, അതിനെതിരെ ഈ പറയുന്ന ഭിന്നശേഷി വിഭാഗങ്ങളൊക്കെ തന്നെ വിമർശനമായിട്ട് രംഗത്തെത്തുന്നത്. അദ്ദേഹം അത് മാപ്പ് പറയുകയാണ് വേണ്ടത്. ഇനി അതിനെ ന്യായീകരിക്കാതെ അദ്ദേഹം എത്രയും പെട്ടെന്ന് മാപ്പ് പറയുകയാണ് വേണ്ടത്. MP രാജേഷ് ഇന്ന് ചെയ്ത പോലെ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. മാപ്പ് പറഞ്ഞ് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണം. ഇവര് ഈ പറയുന്നത് പോലെ ഈ പുരോഗമനം പുറമേ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അവരുടെ പ്രവർത്തനത്തിലെ അധോഗമനമാണ്. അവരിപ്പോഴും ഈ മനുസ്മൃതിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഇടതുപക്ഷം എന്ന് നമുക്ക് പറയേണ്ടി വരും. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞ പോലെ ഈ നമ്മുടെ കൊല്ലത്തെ ഈ നിലവിലെ MP ആയ NK പ്രേമചന്ദ്രനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്നാണ് ചോദിച്ചത്. നമുക്കും അങ്ങനെയൊക്കെ തന്നെ ഈ കേരള സമൂഹത്തിനുമൊക്കെ ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിച്ച് കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നേരത്തെ നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ചയാണ് ഈ രാഹുൽ മങ്കൂട്ടത്തിനെ വിമർശിക്കാനായിട്ട് പാലക്കാട് CPM-ന്റെ പാർട്ടി സെക്രട്ടറി EN സുരേഷ് ബാബു ഷാഫി പറമ്പിലിന് അദ്ദേഹത്തിന്റെ ഹെഡ് മാസ്റ്ററാണ്, ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ് എന്നൊരു പ്രയോഗം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി ഹെഡ് മാസ്റ്ററായ സ്കൂളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, മുഖ്യമന്ത്രിയാണ് അതിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുട്ടികളായിട്ടുള്ള ചിത്തരഞ്ജനും ഈ പറയുന്ന കടകംപള്ളിയും എല്ലാവരും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കും. അതിനകത്ത് കേരളം അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അവര് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ അവർ അട്ടത്ത് വെച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന, അവർക്ക് ഓശാന പാടുന്ന ഈ പറയുന്ന ഇടത് പക്ഷ പുരോഗമന ആൾക്കാർ
ആൾക്കാരും സാംസ്കാരിക നായകരും ഒക്കെ തന്നെ ആ പറയുന്ന ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ തൽക്കാലത്തെ കട്ടത്ത് വെച്ചിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയും അവരുടെ പരിവാരങ്ങളുമാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ മറുവശത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ പറയുന്ന എന്താ പറയുക ഉറഞ്ഞു തുള്ളിക്കൊണ്ട് രംഗത്തെത്തുമെന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും.